നമസ്കാരം, JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. മലയാളിക്ക് ഇഷ്ടപ്പെട്ട ശബ്ദവിന്യാസത്തിന്റെ ഉടമ നജീം അർഷാദ്, അദ്ദേഹത്തോടൊപ്പം നജീമിന്റെ ഭാര്യ. നജീമിന്റെ ജീവിതത്തിലേക്കും സിനിമ ആലാപന രംഗത്തേക്കും നമ്മൾ ഈ എപ്പിസോഡിലും പ്രവേശിക്കുകയാണ്. എന്താ വിളിക്കുക? ആയിഷ എന്നാ? പിന്നെ ഇതുവരെ എന്നെ വിളിച്ചിട്ടില്ല, ഇക്കാന്ന് പോലും വിളിച്ചിട്ടില്ല. അയ്യോ, ഒന്നും വിളിച്ചിട്ടില്ല. എനിക്ക് എന്ന് ഇക്കാന്ന് വിളിക്കുന്നത് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. നോക്കിയതൊക്കെയുള്ളല്ലേ? ഇല്ല, ഇപ്പൊ ഉമ്മ എന്നെ വിളിച്ചു കഴിഞ്ഞാലും അത് വിളിച്ചിരുന്നു, അത് പോയി, അതെവിടെ, എങ്ങനെ, അതാണ് അത് അത് ആ അത് അപ്പൊ നജീബിന്റെ പേര് അതെന്നാണ്. അത് അടുത്ത പേരും കിട്ടിയ അത് അതെ ഇത് അതെ ഇത് ഒന്ന് വിളിക്കടിക്കാന്നാലേ ഒന്ന്. ഓക്കെ, ഒന്ന് വിളിച്ച് നജീബ് ഖാന്ന് വിളിച്ച് ഒന്ന് കേക്കട്ടെ എല്ലാരും. ഓക്കെ, റെഡി? പേര് പറയൂ, പറ. എന്താ വിളിക്കുക? പിന്നെ ഒന്ന് വിളിച്ചേ. JB ജംഗ്ഷൻ വേണ്ടി വന്നു ഓളെ കൊണ്ട് നിക്കാന്ന് വിളിപ്പിക്കാൻ വേണ്ടി. സാധാരണ എന്നോട് പറഞ്ഞല്ലേ, ഇങ്ങോട്ട് കയറുന്ന മുമ്പ് പറഞ്ഞല്ലോ ഒന്ന് വിളിപ്പിക്കണമെന്ന് പറഞ്ഞിരുന്നല്ലേ? എല്ലാം പോളി പറഞ്ഞിട്ടുണ്ട്. സാറേ ഇതൊക്കെ വിളിപ്പിക്കണം കേട്ടോ, ഇത്രയും ദിവസമായിട്ട് വിളിച്ചിട്ടില്ല, ഓള് വിളിച്ചിട്ടില്ല എന്ന് പറഞ്ഞാന്ന് പറയുമ്പോ കുക്കാന്ന് വിളിക്കും. അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞു പറയേണ്ടി വന്നു. വരട്ടെ ഒരാൾ. ഹായ് നജീബ്, സുഖമല്ലേ? എങ്ങനെയുണ്ട്? കല്യാണം കഴിഞ്ഞിട്ട് അടിപൊളിയൊക്കെ ഉണ്ട്. കല്യാണം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നിട്ടില്ല, സോ വീട്ടിലോട്ട് രണ്ടുപേരും ക്ഷണിക്കുന്നു. പിന്നെ നജീമിനെ പറ്റി എനിക്ക് പറയാനുള്ളത്, നജീം റിയാലിറ്റി ഷോയിൽ നിന്ന് വന്നൊരു സിംഗറാണ്. അപ്പോൾ സാധാരണഗതിയിൽ ഞാൻ റിയാലിറ്റി ഷോസിലുള്ള സിംഗേഴ്സിനെ ഉപയോഗിക്കുമ്പോൾ ഭാവം നമ്മൾ പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ചൊക്കെ കൊണ്ടുവരേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. നജീമിനെ വിളിച്ചപ്പോൾ എന്തോ എനിക്കറിയില്ല, നജീം ഭാവഗായകരാണ് ആക്ച്വലി. എന്താ പറയുക, ഇപ്പോൾ ജയേട്ടനെയൊക്കെ നമ്മൾ വിളിക്കുമ്പോൾ ആ സോങ്ങിൻ്റെ സിറ്റുവേഷൻ മാത്രം പറഞ്ഞാൽ മതി, എക്സ്പ്രഷൻ ഒന്നും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. അതേപോലെ തന്നെയാണ് നജീമും, ഒരു എക്സ്പ്രഷൻ ഒന്നും മ്യൂസിക് ഡയറക്ടറിൻ്റെ നിന്ന് വാങ്ങാതെ തന്നെ തനതായ ശൈലിയിൽ സ്വന്തം ഭാവം അവതരിപ്പിക്കാൻ കഴിവുള്ളൊരു സിംഗറാണ്. പിന്നെ ചോദിക്കാനുള്ളത്, നജീം റിയാലിറ്റി ഷോയിൽ പാടുമ്പോൾ ഒരുപാട് പാട്ടുകൾ ബാക്കിയുള്ളവർ പാടുന്ന കേട്ട് ആ ഭാവം നമ്മൾ അനുകരിച്ചാണ് പാടുന്നത്. നജീം എങ്ങനെയാണ് ഒരു പുതിയ പാട്ട് കിട്ടുമ്പോൾ തനതായ ഭാവം ക്രിയേറ്റ് ചെയ്യുന്നത്? അതിലോട്ടുള്ളൊരു യാത്ര അതെന്താണ്? ഒന്ന് പറഞ്ഞു തന്നാൽ എനിക്കും പ്രേക്ഷകർക്കും കേട്ടുകൊണ്ടിരിക്കാൻ നല്ല രസമായിരിക്കും. ഗോപി നല്ല പാട്ടുകൾ കൊടുത്തിട്ടുള്ള ആളാണ്. മാത്രമല്ല ഗോപി പറഞ്ഞ വളരെ കറക്റ്റാണ്. എന്താ കാരണം വെച്ചാൽ ഈ റിയാലിറ്റി ഷോയിൽ നിന്ന് വരുന്ന ഗായകരെ കുറിച്ചും ഗായികമാരെ കുറിച്ചും പല ആൾക്കാർക്കും പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. ഇവരൊക്കെ ഒരു പാട്ട് പാടി അല്ലെങ്കിൽ ഒരു മത്സരം കിട്ടി ഒരു സമ്മാനം മേടിച്ച് പിന്നീട് അങ്ങോട്ട് അപ്രത്യക്ഷമാകാൻ പോകുന്ന ആൾക്കാരാണ്. ഇവരൊന്നും പാട്ടിൻ്റെ യഥാർത്ഥ ഉപാസകരല്ല എന്നുള്ളൊരു പല പ്രചരണം ഉണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ അപവാദമായിട്ടുള്ള ഏതാനും പേരുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട അപവാദമാണ് നജീം. എന്താ കാരണം വെച്ചാൽ നജീം പാടുന്നതിലൊരു വല്ലാത്തൊരു എക്സ്പ്രഷൻസ് ഉണ്ട്. അത് മുഖഭാവത്തിൽ മാത്രമല്ല ശബ്ദത്തിലുമുണ്ട്. ഇല്ല ഉമ്മ ചെയ്യാൻ പറഞ്ഞ ശരിയാണോ? ഇവൻ ചെറുപ്പത്തിൽ അങ്ങനെയായിരുന്നോ? ആ ചെറുപ്പത്തിലെ ഏത് പാട്ട് പാടിയാലും അതിനൊരു പ്രത്യേക അനുഭവപ്പെട്ടിട്ടുണ്ട്. ഞാൻ ക്ലാസിക്കലൊക്കെ ഫീലുണ്ട്. പാട്ട് കേൾക്കുമ്പോൾ ഒരുപാട് ഗായകരതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ടെങ്കിൽ എന്തോ ഒരു മാജിക് അതിനകത്തുണ്ടെന്ന് ഞാൻ പറയും മോനോട്. പറയും സാർ, വളരെ ചെറുതിലേ ഞാൻ പറയും സാർ. അത് സാധാരണ തൻകുഞ്ഞ് പൊൻകുഞ്ഞെന്നൊക്കെ പറയാം, പക്ഷെ അതിന്റെ അപ്പുറത്ത് അവരൊരു പാട്ട് ടീച്ചർ കൂടിയാണ്. അപ്പൊ ആ ഒരു സ്ഥാനം കൂടി വെച്ചിട്ടാണ് ഉമ്മച്ചി പറയണത്. എന്തായാലും ഉമ്മച്ചി പറഞ്ഞപ്പോൾ നിനക്ക് അങ്ങനെ ബോധ്യമായില്ല. ഇപ്പൊ ഗോപി സുന്ദർ പറഞ്ഞപ്പോൾ എനിക്ക് ബോധ്യമായ എന്തോ ഒരു മാജിക് അല്ലെങ്കിൽ ഒരു ഭാവം എനിക്കങ്ങനെ തോന്നുന്നതാണെന്നല്ല. പക്ഷെ മോൻ്റെ പാട്ട് കേൾക്കുമ്പോൾ എനിക്ക് അങ്ങോട്ട് വേറെ പാട്ട് കേൾക്കാനായിട്ട് തോന്നാറില്ല, സത്യത. എന്താ പാപ്പച്ചി? അപ്പൊ ഞാൻ ഇങ്ങനെ കേട്ടിരിക്കും. അങ്ങനത്തെ എന്തോ ഒരു ഇത് എനിക്ക് തോന്നുന്നു. പാടിയിട്ടുള്ള എല്ലാ ലൈറ്റ് മ്യൂസിക്കും വളരെ സുന്ദരമായ പാട്ടുകളാണ്, ഹൃദ്യമായ പാട്ടുകളാണ്, മെലഡി ആയിട്ടുള്ള പാട്ടുകൾ. ഏത് നജീമിന്റെ ഏത് പാട്ടാണ് ബാപ്പയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്? അവൻ പാടിയ കൂടുതലും ഏറ്റവും ഖാദർ എഴുതിയ ഗാനങ്ങളാണ് അവൻ കൂടുതലും പാടിയിട്ടുള്ളത്. ഇലചീന്തിൽ തുളസി ചന്ദനമേന്തി ഒരു രണ്ടുപേരും പാടിക്കൊടുത്തവൻ അത് പോച്ചൽ ഖാദർ അല്ല, ആ ഒരു പാട്ടാണ് ആദ്യം പാടിയത്. ബാപ്പയെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച വൈദേഹി എന്ന ഗാനത്തിൽ ഏറ്റവും കൂടുതൽ ആകർഷിച്ച
മകൻ്റെ പാട്ട് സാധാരണ ബാപ്പയുടെ പാട്ട് മകൻ പാടുന്നു, പക്ഷേ ഇവിടെ മകൻ്റെ പാട്ട് ഏറ്റവും കൂടുതൽ മനസ്സിൽ ഇങ്ങനെ തട്ടിക്കളിച്ച ആ പാട്ട് പൂച്ചൽ ഖാദർ ഒന്ന് പാടി രചിച്ച് മറ്റേ ആര്യനാട് രാജു സാറ് ട്യൂൺ ചെയ്ത വൈദേഹി എന്നും കാനനത്തിൽ എന്ന പാട്ടാണ്. ശരി, ബാപ്പ തുടങ്ങുന്നു. ഓക്കെ. വൈദേഹി എന്നും കാനനത്തിൽ വാഴുന്നു ശ്രീരാമൻ അയോധ്യയിൽ. വൈദേഹി എന്നും കാനനത്തിൽ വാഴുന്നു ശ്രീരാമൻ അയോധ്യയിൽ. രാമ രാമേതി ജപങ്ങളുമായി രാമ രാമേതി ജപങ്ങളുമായി ഭൂമി കന്യക ചിന്തകൾ മൂലമായി വൈദേഹി കാനനത്തിൽ വാഴുന്നു ശ്രീരാമൻ അയോധ്യയിൽ. ഗോപി സുന്ദർ പറഞ്ഞു ഭാവഗായകനാണ്. സാധാരണ പി ജയേന്ദ്രനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഭാവഗായകൻ എന്ന് പറയുന്നത്. പക്ഷേ ഗോപി പറഞ്ഞിരിക്കുന്നു അതുപോലെ ഭാവങ്ങൾ പുറത്തേക്കെടുക്കാൻ അല്ലെങ്കിൽ പാട്ടുകളിൽ ഭാവങ്ങളെ കൊണ്ട് നിറയ്ക്കാൻ കഴിയുന്ന എന്തോ ഒരു അത്ഭുത വിദ്യ ഇതിനുണ്ടെന്ന് പറയണം. അതിനുണ്ടെന്ന് പറയണം. അതിനെന്തോ ഉണ്ട്, അങ്ങനെയല്ലേ വിളിക്കണേ? അതെന്നൊക്കെ പറഞ്ഞ ജീവനില്ലാത്ത സാധനത്തെ കുറിച്ച് നമ്മൾ പറയുന്ന സാധനം. അത് കെടുത്ത് ഇത് കെടുത്ത് അപ്പൊ അതിനുണ്ട്. ഇനി മേടിച്ചത് ഇന്ന് മുതൽ ഇക്ക, ഈ ഷൂട്ട് കഴിഞ്ഞ പോലെ ഇക്കയാട്ടാ. ഇക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഇക്കാന്നൊക്കെ വിളിക്കുന്നത് പോട്ടെ, ആൾക്കറിയാം. എന്തായാലും വേണ്ടില്ല, ഇല്ല സജീവേ? ഉറപ്പല്ലേ? ഉറപ്പായിട്ടും വിളിക്കണം. ഓക്കെ. ഒരാഗ്രഹമാണ് അവൻ്റെ, ഒന്ന് വിളിച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. ഇത് എത്രയോ പെമ്പിള്ളേർ ഇക്കാന്ന് വിളിച്ചോണ്ടിരിക്കുന്നതാണ് എൻ്റെ ഇടയ്ക്ക്. അതുകൊണ്ട് മനസ്സിലാക്കണം. മനസ്സിലാക്കണം അത്. അപ്പൊ ഗോപി പറഞ്ഞിരിക്കുന്നു നജീബിന് ഭയങ്കര ഭാവമുണ്ടെന്ന്. ഭയങ്കര, എന്നാൽ ഒട്ടും അഹംഭാവം ഇല്ലതാനും. അതാണ് നജീബിന്റെ പ്രത്യേകത. സത്യം പറഞ്ഞാൽ ഗോപിച്ചേട്ടൻ അങ്ങനെ പറഞ്ഞാൽ ഭയങ്കര ഒരു സന്തോഷമുണ്ട്. കാരണം ഇത്രയും ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഇപ്പോഴത്തെ ഒരു പുതിയ തലമുറയിലെ ഏറ്റവും ബിസിയസ്റ്റ് ആയിട്ടുള്ള ഒരു മ്യൂസിക് ഡയറക്ടർ. അദ്ദേഹത്തിൻ്റെ ഞാൻ ആദ്യം പാടുന്നത് കാസനോവ എന്ന സിനിമയിൽ ഒരു 2 വരേ ഉള്ളൂ, കുറച്ചേ ഉള്ളൂ. പക്ഷെ എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ പിന്നെ അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് എനിക്ക് അടുത്ത് നിൽക്കാനോ എനിക്ക് അങ്ങനെ ഒരു കിട്ടിയിട്ടില്ല. കാരണം എനിക്ക് അവസരം കിട്ടിയിട്ടില്ല. അപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ സിനിമകൾ ഇറങ്ങുമ്പോൾ ഞാൻ വളരെ ആഗ്രഹിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു പാട്ട് കിട്ടണം. പണ്ടൊന്ന് കണ്ടിട്ടേ ഉള്ളൂ ആ ഒരു സിനിമയിൽ ജസ്റ്റ് ഒന്ന് ചേട്ടൻ വിളിച്ച് പാടിച്ചതാണ്. പിന്നെ അതിനുശേഷം കണ്ടിട്ടുമില്ല, അങ്ങനെ പാടാനുള്ള അവസരം കിട്ടിയിട്ടില്ല. ഞാൻ ആദ്യം പാടുന്നത് റിംഗ് മാസ്റ്ററിലെ ആരോ എന്നുള്ള പാട്ടാണ്, ഗോപി ചേട്ടൻ്റെ. അപ്പോൾ പാട്ട് പാടി ഞാൻ ഇപ്പൊ ഒരു 8 പാട്ടോളം പാടി. അത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പാടിക്കോളൂ. എന്താ കാരണം ഗോപി പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ നജീബിന് തന്നിരിക്കുന്ന പാട്ടുകളിൽ ഇഷ്ടമുള്ളൊരു പാട്ട് പാടിക്കാൻ തന്നിട്ടുള്ള പാട്ടുകളല്ലേ ഈ പറഞ്ഞ പോലെ ഈ ഭാവം ഉൾക്കൊള്ളാൻ പറ്റിയ പാട്ടുകളാണ്, കൂടുതലും പ്രണയഗാനങ്ങളാണ്. അതിന്റെ ചേട്ടൻ്റെ കമ്പോസിഷൻ തന്നെ ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ അതിനെ അങ്ങ് ഇഷ്ടപ്പെട്ടു ആദ്യം. അതാണ് അതിൻ്റെ പ്രത്യേകത. അതിൻ്റെ ഭാവം എനിക്ക് തന്നെ ആ പാട്ടിലൂടെ വരുന്നതാണ്. ആ കോമ്പോസിഷൻ്റെ ഒരു ശക്തിയാണ് എൻ്റെ പാട്ടിലൂടെ എനിക്ക് വരണം, ഞാനറിയാതെ വരണതാണ്. പിന്നെ ഇപ്പം ഏത് പാട്ടായാലും ഇപ്പം ഞാൻ പാട്ട് പാടുമ്പോഴത്തേക്കും വരികൾ ശ്രദ്ധിച്ചിട്ട് വരികൾ മുഴുവൻ നന്നായി വായിച്ചു, അല്ല ഏകദേശം ഒരു തീം മനസ്സിലാക്കിയിട്ട് ഓരോ വരിക്കും എന്തൊക്കെ കൊടുക്കാനുള്ള മോഡുലേഷൻ കൊടുക്കാൻ വോയിസിന്, അതാണ് ഞാൻ കൊടുക്കുന്നത്. അത് മാക്സിമം എത്രത്തോളം ഇപ്പോഴത്തെ ഇപ്പോൾ നമുക്ക് എത്രത്തോളം നന്നാക്കാൻ സ്വാതന്ത്ര്യം എടുക്കാറുണ്ടോ പാട്ട് പാടുമ്പോൾ? സംഗീത സംവിധായകൻ വരയ്ക്കുന്നതിന് വരയുണ്ട്, പക്ഷെ വരയ്ക്കപ്പുറത്ത് ചെറിയൊരു ഇംപ്രവൈസേഷനും ഡെഫിനറ്റ്ലി ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയാണ്. ചേട്ടനായാലും അഫ്സലൊക്കെ ബിജി ബാലട്ടനൊക്കെ അവരൊക്കെ ഭയങ്കര മാക്സിമം നമ്മുടെ ഫ്രീഡം തന്നിട്ട് പാടിക്കുന്ന മ്യൂസിക് ഡയറക്ടേഴ്സാണ്. എക്സ്ട്രാ കംപ്ലീറ്റ്, കാരണം നമ്മളെ മാക്സിമം എന്താണ് അവർ ഫ്രണ്ട്ലി രീതിയിലാണ് ബിഹേവ് ചെയ്യുന്നത്. അപ്പം നമുക്ക് കൂടുതൽ ടെൻഷൻ്റെ ആവശ്യമില്ല. വിളിക്കുമ്പോൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് പോണത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വളരെ
ഒരു മനസ്സിന് ഭയങ്കര പാട്ട് നമ്മൾ അറിയാണ്ട് വരും. അവർ തരുന്നതിന്റെ നമുക്ക് എന്നെ കൊണ്ട് പറ്റുന്ന എക്സ്ട്രീം എനിക്ക് കൊടുക്കാൻ പറ്റും. ശരി, ഗോപിക്ക് വേണ്ടിയിട്ടൊരു പാട്ട്, ഇഷ്ടമുള്ള പാട്ട്. ഇത് മിലി എന്ന സിനിമയിലെ ഒരു സോങ് ആണ്. രാജേഷ് പിള്ളൈ സാറാണ് ഈ സിനിമയെ ശേഷം അദ്ദേഹമായിട്ട് ഒരു നല്ലൊരു റിലേഷൻഷിപ്പ്. അദ്ദേഹത്തിന് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ എൻ്റെ പാട്ടും എന്നെയും അങ്ങനെ ഒരു ബന്ധം കൂടെ കിട്ടി. അപ്പം ഒരുപാടുപ്പെട്ട ആൾക്കാർ എല്ലാം നജീബുണ്ടല്ലോ വീഴിക്കും കേട്ടോ. ശ്രദ്ധിച്ചോണം നീ, ശ്രദ്ധിച്ചോണം നീ മാത്രമല്ല വീടിരിക്കുന്നത്. തമാശ പറഞ്ഞ ഉമ്മച്ചി വേറെ ഒന്നും എടുക്കരുത് കേട്ടാ. വീഴാനുള്ള ചിരി ഇവിടെ മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ, അല്ലാത്ത ചിരിക്കാറില്ല. ഞങ്ങളെല്ലാരും വിശ്വസിച്ചു കേട്ടോ. എല്ലാരും വിശ്വസിച്ചില്ലേ? എല്ലാരും വിശ്വസിച്ചു. അതെ, ഓക്കെ. മഞ്ഞു പെയ്യുമീ വാക്കിലും നോക്കിലും പൊന്നുഷസിത വന്നിതൻ വാതിലിൽ. മഞ്ഞു പെയ്യുമീ വാക്കിലും നോക്കിലും ഹോയ് പൊന്നുഷസിത വന്നിതൻ വാതിലിൽ. വിരിഞ്ഞ മലരായി തരുന്ന ചിരിയിൽ പുതിയ മുഖമായി പടർന്ന മൊഴിയിൽ എന്നെ തലോടിടുന്ന തെന്നലായി നീയേ. മഞ്ഞു പെയ്യുമീ വാക്കിലും നോക്കിലും ഹോയ് പൊന്നുഷസിത വന്നിതൻ വാതിലിൽ. ആദ്യത്തെ പാട്ടായിരുന്നു മറ്റേ ഗോപി തന്ന പാട്ട്. അത് റിംഗ് മാസ്റ്റർ അല്ലേ? ആരോ ആരോ ചാരേ ആരോ ആരും കാണാ നേരിൻ കൂട്ടായി സരമേ സഖിയോ സഹയാത്രികയോ തനന കനവിൻ തിരിയോ. അങ്ങനെ പോകും. അങ്ങനെ പോയി എവിടെ എത്തിന്നറിയോ നജീമ്? വരട്ടെ, നജീമ് ഫ്ലോറാക്കി വേറെ ആളെ ഞാൻ കാണിച്ചു തരാം. ഇപ്പോഴത്തെ കാലത്ത് ഒരുപാട് നൂറുകണക്കിന് ആളുകൾ പാടുന്നുണ്ട്. പണ്ടത്തെ പോലെയല്ല, പണ്ടത് വളരെ വിരലിലെണ്ണാവുന്ന പാട്ടുകാരേ ഉള്ളൂ. ഇന്ന് ഒരുപാട് പാട്ടുകാരുണ്ട്. അപ്പോൾ അതിനിടയിലും പോലും നജീം വളരെ കൺസിസ്റ്റൻ്റായിട്ട് പാട്ടുകൾ പാടുന്നു. എൻ്റെ ചോദ്യം, നജീമിൻ്റെ ഒരു പേഴ്സണൽ ക്യാരക്ടർ എന്ന് പറയുന്ന നജീം വളരെ പ്ലാൻഡായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളതാണോ? ഇപ്പോഴത്തെ ഒരു സിനിമ ഫിലിം മൂവി സിനാരിയോയിൽ ഒരുപാട് ആവശ്യമുള്ളൊരു കാര്യമാണ് നമ്മളുടെ ഒരു വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ബിഹേവിയർ. അത് നജീമിന് കൃത്യമായിട്ട് നജീം പ്ലാൻഡാണ്. വിജിപാൽ, ഇവരൊക്കെ കേരളത്തിലെ മുൻനിര സംഗീത സംവിധായകരാണ്. ഇവിടെ അതിനു വേണ്ടിയിട്ട് വന്നിട്ട് ഇവിടെ വന്ന് സംസാരിക്കുന്നത്. ചെറിയ ആളല്ല ഇരിക്കണേ. നിനക്ക് മതിപ്പ് കൂടിയോ മൂപ്പരെ കൂട്ട്? നീ ഈ ഷോ തുടങ്ങിയ സമയത്ത്, ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്ന സമയത്ത് നിനക്ക് ഉണ്ടായിരുന്ന മതിപ്പ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയല്ലേ? സത്യം പറ, വർദ്ധിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതുവരെ ഇല്ലായിരുന്നു. അതല്ല, ഈ ഇക്ക നീമോൽ ഇക്ക കേട്ടോ, ഒരു 2 മിനിറ്റ് മുമ്പ് നമ്മൾ ഇക്കയായി. ഈ ഇക്ക നമ്മൾ വിചാരിച്ച പോലെ അല്ല. വലിയ ആളാണ് ഇദ്ദേഹം. എത്ര ആൾക്കാരാണ് അവിടെ വന്ന് സംസാരിക്കുന്നത്. ഇക്കയുടെ പല സിദ്ധികളും കഴിവുകളും കണ്ടില്ലേ? ചില ആട്ടം മുദ്രയൊക്കെ കണ്ടില്ലേ? അതെ, കണ്ട മോണാക്ട്. മതിപ്പ് വർദ്ധിച്ചോ? വർദ്ധിച്ചു. ഒരുപാട് സന്തോഷമുണ്ട്. എന്തുകൊണ്ടാണ് സന്തോഷം? ഇത്ര അംഗീകാരങ്ങൾ കിട്ടുന്നില്ലേ കുറെ പേർത്തുനിന്നും നല്ല രീതിക്ക്. അങ്ങനെ സന്തോഷം. അങ്ങനെ ഇത്രയും ആൾക്കാർക്ക് ഇഷ്ടമുള്ള ഈ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. ഓ, കുട്ടിയാകെ വല്ലാതെ പഠിച്ചു കേട്ടോ. അല്ല, എനിക്ക് മനസ്സിലാത്ത കാര്യം വെച്ചാൽ നജീബ്, ഇവള് ഈ നാണം പിടിച്ച് എങ്ങനെ ഈ പല്ലൊക്കെ പറിക്കുന്നത്? അതിനൊരു എക്സ്പീരിയൻസ് പറഞ്ഞു. സത്യം പല്ല് പറിക്കാനുണ്ട് യഥാർത്ഥത്തില്? ഇല്ല, ഞാൻ ഇപ്പം നീ പറിച്ചിട്ട് ഏതെങ്കിലും പല്ല് പുറത്തേക്ക് വന്നിട്ടുണ്ടോ? അവൾ കാര്യം പറ. വന്നിട്ടുണ്ട്. എന്താ ഇവിടെ ഈ നാണം കുടുങ്ങിയിരിക്കുകയാണ്, ഇങ്ങനെ പല്ല് പുറത്തേക്ക് വരുന്നത്?
പല്ലിലും വേണ്ട ഒരു ഉഷാറൊക്കെ. കാണുമ്പോഴേ പേഷ്യന്റ് യഥാർത്ഥത്തിൽ പല്ല് പറിച്ചിട്ടുണ്ടോ? ആ ഉണ്ട്. പല്ല് പറിച്ച് എത്ര സമയം? 2-3 മണിക്കൂർ എടുത്തൊരു പല്ല് പറിക്കാൻ വേണ്ടി? ഇല്ല, ആദ്യത്തെ തവണ കൊറേ ടൈം എടുത്തില്ല, പേടി ഉണ്ടായിരുന്നു ആദ്യത്തെ തവണ. ആർക്ക്, പല്ലിനാണോ പേടി? അല്ല, എനിക്ക് ബ്ലഡ് കാണുമ്പം അങ്ങനത്തെ ഒരു പിന്നെ പിന്നെ എത്ര സമയം എടുത്ത് പല്ല് പറിച്ചെടുക്കാൻ വേണ്ടിട്ട് നോക്കട്ടെ? ആദ്യത്തെ തവണ ആദ്യത്തോടെ പല്ല് പറിക്കാൻ പറ്റില്ല? ഇല്ല, പല്ല് പറിക്കാൻ കുഴപ്പമൊന്നുമില്ലായിരുന്നു, അത് ഫോഴ്സ് കൊടുത്താൽ മതി. പക്ഷേ ഇഞ്ചക്ഷൻ വെക്കാൻ എനിക്ക് അങ്ങനെ വെച്ചാൽ കുത്താൻ പേടിയുണ്ടായിരുന്നു, ഇഞ്ചക്ഷൻ ചെയ്യാൻ അങ്ങനെ എനിക്കൊരു പേടിയുണ്ടായിരുന്നു ആദ്യത്തെ തവണ കുറേ കൈ വരച്ച്. പക്ഷെ ഉമ്മച്ചി വെറുതെ ഇൻസുലിൻ കുത്തി പഠിപ്പിച്ചിട്ടുണ്ട് കുഞ്ഞുനാള്. അങ്ങനത്തെ ആ ഒരു ഇത് വെച്ച് ടൈം എടുത്തിരുന്നു. പക്ഷെ കുറേ നേരം ആദ്യത്തെ പേഷ്യന്റിൽ ചെയ്യുമ്പോ കുറേ ടൈം. അയാളുടെ ഒരു കഷ്ടകാലമായിട്ടുണ്ടാവും. പിന്നെ ഒരു പേഷ്യന്റ്, അവര് കുറെ സ്റ്റുഡൻസ് ഉണ്ടല്ലോ പഠിക്കുന്ന, അപ്പൊ ഇത് ഈ ഡോക്ടർ ചെയ്താൽ മതി എന്ന് പറഞ്ഞു വന്നിട്ടില്ലേ? അങ്ങനെ വന്നിട്ടുണ്ട്. ശരിക്കും അപ്പൊ ഭയങ്കര മനസ്സിന് അത്രയും ഫുൾഫിൽ ആയിട്ടുള്ള നിമിഷം അങ്ങനെ ഷെയർ ചെയ്തു. നിർവൃതിയായി ഓരോ പേഷ്യന്റ് അത് ആ ഡോക്ടർ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അതിന്റെ കാരണം അറിയാം, പല്ല് പറയില്ലല്ലോ അതുകൊണ്ട് അതവിടെ ഇരുന്നോളുമായിരിക്കും. കൊച്ചു പിള്ളേരൊക്കെ ആയിരിക്കും പേരെ പറഞ്ഞിട്ടുണ്ടാവുക. അതൊരു അമ്മൂമ്മ ഇത്തിരി അമ്മൂമ്മയായിരുന്നു. അമ്മൂമ്മയാണ് പറഞ്ഞത്. ഓ, അമ്മൂമ്മമാർക്കെല്ലാം പുള്ളിക്കാരത്തി ഇഷ്ടാട്ടോ. പല്ലില്ലായിരിക്കും, പല്ലില്ലാത്ത അമ്മൂമ്മയായിരിക്കും. അല്ല, അമ്മൂമ്മയുടെ പല്ല് വരയ്ക്കാൻ എളുപ്പമായിരിക്കും, അത് ആടി നിൽക്കുന്നതായിരിക്കും, ഇത് തൊട്ടാക്കിയിട്ട് പോരുമായിരിക്കും. അതാണ് സജീവേ. ഇവിടെ വന്നു പോയത് വേറെ ആരുമല്ല, ബീച്ചേട്ടനാണ്, ബിജുപാല്. നല്ല കാര്യങ്ങളാണ് പറഞ്ഞത്. എന്താണ് പ്രതികരിക്കാനുള്ളത്? ചേട്ടനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ചേട്ടൻ വിളിക്കുന്നത് എന്തോ ഒരു 10-ൽ കൂടുതൽ പാട്ടുകൾ ഞാൻ അദ്ദേഹത്തിൻ്റെ പാടിയിട്ടുണ്ട്. എല്ലാം നല്ല കോമ്പോസിഷനാണ്. ഞാൻ ആദ്യം പാടുന്നത് ഡാ തടിയ എന്ന സിനിമയിലെ അല്ലാ അല്ലാ എന്നുള്ള പാട്ടാണ്. പിടിയേ മേലെ മോഹവാനം രാവിൽ മിന്നും ഹാരം നീട്ടും നിന്നെ കണ്ടാൽ ആടും നിറത്തണ്ടും താനെ ഗാനം മൂളും പെണ്ണെ നിന്നെ കണ്ടാൽ ചേലിൽ നീ പോകുമ്പോൾ എൻ്റെ ഉള്ളിൽ പൂവാകകൾ പൂത്ത പോലെ. അല്ലാ അല്ലാ മേരെ അല്ലാ മേരി ദുആ പരേ ഇല്ല ഇല്ല മണ്ണിൽ ഇല്ല നിന്നെ വെല്ലും പുഞ്ചിരി. പിന്നെ ഇഷ്ടംപോലെ, പിന്നെ അതുപോലെ മഴനില കുളിരുമായി, മഴനില കുളിരുമായി വേനൽ തൂവൽ വീശും മൊഴിയിലും മധുരമായി മൗനം കഥ പറയും. പിന്നെ ഈ കല്യാണം അനുബന്ധിച്ചൊരു പാട്ട് എനിക്ക് തോന്നുന്നു KL പത്തിലെ ഒരു പാട്ട്. അപ്പൊ ആ പാട്ടാണ് ഞാൻ ഇപ്പം എപ്പോഴും പാടുന്നത്. എൻ്റെ ഫോണിൽ ഇപ്പൊ റിംഗ് ടോൺ കൂടി അതാണ്. എന്താണ് കൽവേ എന്താണ് കൽവേ നാടാകെ കേൾക്കും നാദമോടെ ദഫ് പോൽ നീ മിടിക്കുന്നതെന്താണ്? അതിശയ സ്വരമൊരു കൽവിനേകും അതിനരഞ്ഞൊടി മതി മൊഹബത്തിന്. മൊഹബത്ത് കൽവിൽ വന്നു ചേർന്നതിന് വേറൊരു തെളിവിന് എന്തിന്? എന്താണ് കൽവേ എന്താണ് കൽബേ? എന്താണ് കൽബേ? അതാണ് ചോദിക്കുന്നത്. എത്ര പ്രാവശ്യം പഠിപ്പിച്ചത് സഞ്ജീവനെ കൊണ്ട്? ഇവനെ പാടിയിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞ് തന്നെ പാടിക്കൊണ്ടിരിക്കുകയാണോ? ഇല്ലില്ല. പിന്നെ എത്ര പ്രാവശ്യം പാടി തന്നു? കല്യാണം കഴിഞ്ഞിട്ട് ഇല്ല, 2. കഴിഞ്ഞിട്ട് പാടിത്തരാൻ സമയം കിട്ടിയിട്ടില്ലല്ലേ? ഇല്ല, സമയം കിട്ടിയിട്ടില്ല ഈ പാട്ട് പാടാൻ. പാട്ട് പാടാൻ. പാട്ട് നിന്നു കല്യാണത്തോട് കൂടി? ഇല്ല, പാട്ട് പാടുന്നുണ്ട്, ഫുൾ ടൈം പാട്ട് പാടും. ഫുൾ ടൈം പാടുവോ സഞ്ജീവേ? ഇവളെല്ലാം വെച്ച് തരുവോ നിനക്ക്? തുടങ്ങിയിട്ടില്ല. എന്തെങ്കിലും വെക്കാൻ അറിയോ? അറിയാം, നന്നായിട്ട് ചായ വെക്കാൻ അറിയോ?
സത്യം പറ. സത്യമായിട്ടും അറിയാം. ചായയില് എത്ര പിന്നെ സ്പൂൺ കാപ്പിപ്പൊടിയാണ് ഉപയോഗിക്കാറ്? അങ്ങനെയല്ല, നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ചായക്ക് കാപ്പിപ്പൊടി, തേയിലപ്പൊടി. കാപ്പിപ്പൊടി എന്തിനാ ചായക്ക്? അതാ ചോദിച്ചത്. തേയിലപ്പൊടി അല്ലേ വേണ്ട? ആണോ? അപ്പൊ ആദ്യം പറഞ്ഞു ഇടൂന്ന് കുറേശ്ശെ. അത് ആദ്യമേ ശ്രദ്ധിച്ചില്ല. തേയിലപ്പൊടിയും പിന്നെ പഞ്ചസാര, പാലും വെള്ളവും. വെള്ളം. വെള്ളമാണോ ഉപയോഗിക്കുന്നത്? പാലും വെള്ളവും. ഇത് സമാസമാണോ ഉപയോഗിക്കുന്നത്? സമാസമല്ല, പിന്നെ ഇത്തിരി വെള്ളം. ഇത്തിരി വെള്ളം. അപ്പൊ പാലാണോ കൂടുതൽ, വെള്ളമാണോ കൂടുതൽ? പാലായിരിക്കണം കൂടുതൽ. ദൈവമേ, ചായയില് പാലാണോ കൂടുതൽ മോളെ? അതെ, കുറച്ച് പോഷകാഹാരക്കുറവുണ്ടെന്നുള്ളത്. ഇത് പണ്ട് കാലത്ത് ഈ സ്നേഹം കൂടുമ്പോൾ പാല് കൂടുതൽ ഒഴിച്ചു കൊടുക്കും, അതല്ലേ? അതാണ്. പക്ഷെ ആൾക്കാർക്ക് സാധാരണ ചായ എന്ന് പറഞ്ഞാൽ മോളെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, അതായത് വെള്ളമാണ് കൂടുതൽ, പാല് അത്രയും പാടില്ല. ഇപ്പൊ നജീമിനോടുള്ള സ്നേഹം കാണിക്കാൻ വേണ്ടി നീ വേണേ പാല് മുഴുവൻ ആക്കിയോളൂ. ഹോർലിക്സ് കൂടെ ഇട്ടു. ഓക്കെ. ബിരിയാണി വെക്കുവോ? ബിരിയാണി വെക്കത്തില്ല. വലിയ ഹെവി ആയിട്ടുള്ള ഫുഡൊന്നും വെക്കത്തില്ല. ലൈറ്റ് ആയിട്ടുള്ള. നെയ്ച്ചോറ് വെക്കുവോ? നെയ്ച്ചോറൊന്നും പറ്റത്തില്ല. കോഴിക്കറി ഉണ്ടാക്കുക? അതൊന്ന് ട്രൈ ചെയ്യാം. ട്രൈ ചെയ്യാന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ടിയിട്ടാണ്. മീൻകറി വെക്കോ? മീൻകറി വെക്കും. മീൻകറിയില് മറ്റേ കുടംപുള്ളി ഇട്ടാണോ വെക്കണേ, അതെയോ മറ്റേ വാളംപുള്ളിയാണോ ഇടുക? രണ്ടും ഇടുമല്ലോ. കറുത്തിങ്ങനെ ഇരിക്കുന്നു. എനിക്ക് പേര് കൃത്യം അറിഞ്ഞൂടാ. പേരില്ല. എങ്ങനെ കറുത്തിരിക്കുന്ന ഒരു സാധനമാണ്? കുഞ്ഞല്ല, ഇങ്ങനെ ഇരിക്കുന്നു. ഇങ്ങനെ ഇരിക്കുന്നു. കടയിൽ പോയി ചോദിക്കാൻ പോണ പുള്ളിക്ക് കടയിൽ പോയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന കറുത്തിരിക്കുന്ന സാധനം അല്ല. പിന്നെ എങ്ങനെയാണ് പറ? ധൈര്യമായി പറഞ്ഞോളൂ. ഇങ്ങനെ എനിക്ക് പുള്ളിയുടെ പേര് കൃത്യം അറിഞ്ഞൂടാ. ഇങ്ങനെ ഇരിക്കുന്ന പുള്ളിയുടെ പേരൊന്നും അറിയില്ല, പക്ഷെ ഇങ്ങനെ ഇരിക്കുന്ന സാധനമായിരിക്കണം. കൊടംപുള്ളി. ഓക്കെ, പേര് കുഴപ്പമില്ല. ഇങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ, കൈ ഉണ്ടല്ലോ, പിന്നെ കുഴപ്പമില്ലല്ലോ. അപ്പൊ അങ്ങനെ ഇതുള്ള സാധനം ഇട്ടിട്ട് മീൻകറി വെക്കും. ഇവിടെ മീൻ, ഫിഷ് മോളി, ഫിഷ് മപ്പാസ്, വറുത്തരച്ച് കറി വെക്കല്, മറ്റേ തേങ്ങ അരച്ച് കറി വെക്കല്, മുളകിട്ട് വെക്കല്, അങ്ങനെ പല രീതിയിലുള്ള മുളക് കറി. ഇതിലേതാണ് നീ വെക്കുന്നത്? മുളകിട്ട് വെക്കും. ബാക്കിയുള്ളൊരു മുളകിട്ടില്ലേ? അപ്പൊ ഇടും, എല്ലാത്തിലും ഇടുമല്ലോ. മീൻകറിക്കകത്ത് മുളക് യഥാർത്ഥം നീ ഉണ്ടാക്കിയിട്ടുണ്ടോ? മീൻകറി ഞാൻ ഉണ്ടാക്കി കൊടുത്തോ? ഇതൊക്കെ കഴിച്ചിട്ട് തജി ഒരു കുഴപ്പമില്ല അവിടെ ഇരിക്കുന്നുണ്ടല്ലോ. നല്ല പയറുപൊടി പറഞ്ഞിരിക്കണേ. സത്യം പറ, ഇഷ്ടപ്പെട്ടോ? സത്യം ഒരു സൂപ്പർ മീൻകറിയാണ്, അത് പറയാതിരിക്കാൻ വയ്യ. അത് കഴിഞ്ഞ് നീ നിശബ്ദമായിട്ട് വേറെ ഒന്നും പറഞ്ഞല്ലോ. ഇത്രയും പറഞ്ഞ ശേഷം നിശബ്ദമായിട്ട് ഇങ്ങനെ പെറുപിറുക്കുന്നത് കേട്ടല്ലോ. ഒന്നുമില്ല, നന്നായിട്ട് വയ്ക്കും കേട്ടോ. പിന്നെ നന്നായിട്ട് കൈയടി. പിന്നെ ബിചേട്ടൻ പറഞ്ഞത് ഇങ്ങനെ നമ്മൾ പ്ലാൻഡ് ആണോ എന്നാണ് ചേട്ടൻ ചോദിച്ചത്. അത് ഒരിക്കലും അല്ല. അത് എനിക്ക് കിട്ടിയത് എൻ്റെ പാരൻസിൻ്റെ തന്നെയാണ്. എൻ്റെ ഈ ഒരു ആറ്റിറ്റ്യൂഡ് കിട്ടിയത്. അത് എങ്ങനെയൊക്കെ പോയാലും നമുക്ക്, പക്ഷെ ഞാൻ പ്രതികരിക്കേണ്ടടുത്ത് ഞാൻ പ്രതികരിക്കും. ഇപ്പം എനിക്ക് അങ്ങനെ ഞാൻ പ്രതികരിച്ചിട്ടുമുണ്ട് പല സാഹചര്യങ്ങളിൽ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ അവിടെ വിനയമൊക്കെ കാണിക്കേണ്ട ഒരിക്കലും ഇല്ല. പക്ഷേ വാപ്പയെ പറ്റി പറയുകയാണെങ്കിൽ, വാപ്പ വിജിലൻസിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ റിട്ടയർഡായി. വാപ്പ ഇപ്പോഴും സൈക്കിളിലാണ് പോണേ. വാപ്പ അത്രയും അവിടുത്തെ പ്യൂൺ വരെ കാറിലായിരിക്കും വരുന്നത്. വാപ്പയുടെ ഒരു മനസ്സ് ഇതൊക്കെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമുക്ക് എപ്പോഴും സൈക്കിളാണ്. വാപ്പയുടെ മയിൽ വാഹനം സൈക്കിളാണ് ഇപ്പോഴും. യഥാർത്ഥത്തിൽ വാപ്പയ്ക്കാണ് ബുദ്ധിയുള്ളത്. എന്താ കാരണം വെച്ചാല് ഈ ആരോഗ്യവും ഈ പറഞ്ഞ സൗന്ദര്യവും സൗരഭ്യവും ഒക്കെ വരുന്നത് ഈ സൈക്കിളിലൂടെയാണ്. ആൾക്കാർ കാറിൽ പോയി ഇറങ്ങിയിട്ട് പിന്നെ നടക്കും. യഥാർത്ഥത്തിൽ അത് നടന്നാൽ മതി. അത് കാരണം അസുഖമൊന്നുമില്ല സാർ, പ്രഷർ ഇല്ല. എന്തുകൊണ്ട് ഉമ്മച്ചിയെ സൈക്കിൾ ഓട്ടിച്ചില്ല? അതാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. സൈക്കിൾ ഒടിഞ്ഞോ സാർ? അപ്പൊ കൃത്യ ഒരു ധാരണ ഉണ്ടല്ലോ. ഉമ്മച്ചിക്ക് വേണ്ടി പുതിയ സൈക്കിൾ ഉണ്ടാക്കണം. ഇതൊക്കെ പറഞ്ഞല്ലോ. ആയ കാലത്ത് മൂപ്പർ സൈക്കിളിനെ പുറകിരുത്തി യാത്ര ചെയ്തിട്ടുണ്ടോ ഒരുപാട്? ഇല്ല സാർ, ഇല്ലേ? അങ്ങനൊന്നുമില്ല. അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. അത് പറയാൻ പറ്റില്ല. അറിയാത്ത കഥകളൊക്കെയാണ് പുറത്ത് വന്നത്. ഇല്ല, സൈക്കിളെ കയറാൻ പേടിയായിരുന്നു. പുള്ളിക്കാരി വന്നിട്ടില്ല. വളരെ അന്നത്തെ സാഹചര്യത്തിൽ വളരെ ബുദ്ധിമുട്ടായിരുന്നു സാർ. കാരണം ഇങ്ങനത്തെ മാരേജൊക്കെ ആയതുകൊണ്ട് ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ ബൈക്ക് ഒന്നും വാങ്ങിക്കാത്തത്. ഓക്കെ. അതാണെന്നുണ്ടെങ്കിൽ ഒരു 25 റുപ്പീസ് എങ്കിലും പോക്കറ്റ് മണി ഉണ്ടായിരിക്കണം ബൈക്കിൽ പോയാൽ. സൈക്കിളിൽ പോകണമെന്നുണ്ടെങ്കിൽ 1 രൂപ ഉണ്ടായിരുന്ന. ഇപ്പൊ നല്ല പൈസ ഉണ്ട്. ഇപ്പൊ പൈസ ഉണ്ടെങ്കിലും സൈക്കിൾ ശീലമായി തന്നെ ഉള്ളൂ.
അതിനുള്ള എല്ലാ പക്ഷേ ഇനി എനിക്ക് വേണ്ട. പാപ്പ ഒരു കണക്കിന് നജീം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ അന്ന് അതായത് സൈക്കിളിൽ പോയിട്ട് സേവ് ചെയ്യുന്ന 5 രൂപ 10 രൂപ അതൊക്കെയാണ് നിങ്ങളെപ്പോലുള്ള ആൾക്കാരെ ഒരു പക്ഷേ പഠിപ്പിച്ച് വലിയ കേമന്മാരാക്കാൻ വേണ്ടിയിട്ട് അവരുപയോഗിച്ചത്. ഇനിയിപ്പോൾ ബാപ്പയ്ക്ക് കാറൊന്നും വേണ്ട. യഥാർത്ഥ നജീബിന് വേണേൽ BMW ഓഡിയോ ഒക്കെ വേണേൽ മേടിച്ച് കൊടുക്കാൻ. അല്ല, ഇപ്പോഴെനിക്കൊരു അവൻ ഉപയോഗിച്ചിരുന്ന ഒരു ബൈക്ക് എൻ്റെ അടുത്ത് ഉപയോഗിക്കാൻ പറഞ്ഞു. ഞാൻ ഉപയോഗിക്കില്ല. അല്ല, ഞാനത് വേറെ അല്ല. ഇനി എൻ്റെ ഇവൻ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നല്ലൊരു BMW കാറ് മേടിച്ച് പാപ്പ ഓടിക്കും. ബാപ്പയ്ക്കും ഉമ്മയ്ക്കും കൂടിയിട്ട്. പണ്ട് നിങ്ങൾ എന്താ പറയണ്ടേ, പ്രണയസല്ലാപത്തിന്റെ കാലഘട്ടത്തിൽ ചെയ്യേണ്ടിയിരുന്ന പല കാര്യങ്ങളും ചെയ്യാൻ കഴിയാതിരുന്നത് കൊണ്ട് അത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി നജീബെ ചെയ്യോ? ഉറപ്പാണോ? വാപ്പയ്ക്ക് ആഗ്രഹം. വാപ്പയ്ക്ക് ഏത് കാര്യം മേടിച്ചു കൊടുക്കാം? പറ. വാപ്പയ്ക്ക് ഏതാണോ കാറ്? എനിക്ക് അതിന്റെ ആവശ്യമില്ല. ഉമ്മച്ച് പറ, ഒരു ആവശ്യം പറയണം. നിങ്ങളുടെ അവകാശം. അങ്ങനത്തെ കാറൊന്നും അങ്ങനെയൊന്നും നമുക്ക് ആഗ്രഹമില്ല സാർ. സാധാരണ കാർ മതി. അല്ല, മക്കൾക്ക് ഇവർക്കെല്ലാം ഇപ്പൊ വണ്ടിയുണ്ട്, അത് തന്നെ മതി. ഇനി കൂടുതൽ നമുക്ക് എന്നാലും വേണമെങ്കിൽ സ്വമേധയെ വേണമെങ്കിൽ നജീബിനോട് പറയാം, ഞാൻ ബാപ്പയ്ക്ക് ഉമ്മച്ചയ്ക്ക് ഒരു കാർ മേടിച്ചു കൊടുക്കാൻ പോവാന്ന്. അല്ല സാർ, നമ്മള് എവിടെങ്കിലും യാത്രക്ക് പോവുകയാണെങ്കിൽ ഞാനും മോനും ഒക്കെ കാറിൽ കയറിയാലും സൈക്കിളിൽ പോകത്തൊക്കെ ദൂരമാണെങ്കിൽ വാപ്പയെ വിളിച്ചാൽ പറയും, നിങ്ങളങ്ങ് പൊയ്ക്കോ, ഞാൻ സൈക്കിളിൽ വരാമെന്ന് പറയും. അങ്ങനത്തെ ആളാ. വളരെ ദൂരമൊക്കെ മാത്രമേ കൂടെ വരുള്ളൂ. അല്ലെങ്കിൽ പറയും, നിങ്ങളങ്ങ് സ്ഥലത്തെത്തിക്കോ, ഞാൻ സൈക്കിളിൽ വരുള്ളൂ. അങ്ങനെ ഇപ്പോഴും. അത് നല്ല കാര്യമാണ് നജീബ്. അതെന്താ കാരണം, ഇന്ന് സൈക്കിൾ എന്നൊക്കെ പറഞ്ഞാൽ വലിയ ലക്ഷറിയാ. എന്താ കാരണം, സൈക്കിൾ ഓടിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. പണ്ടായിരുന്നു സൈക്കിൾ ഓടിക്കുക എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ട് മോശം. ഇന്ന് വലിയ പൈസക്കാരാണ് സൈക്കിളിലൊക്കെ പോകുന്ന ആൾക്കാർ. എന്താ കാരണം, അവർക്ക് കൂടുതൽ എക്സസൈസും മറ്റു കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. രണ്ടാമത്തെ കാര്യം നജീബെ, ഒരുപക്ഷെ ബിജുപാൽ ചോദിച്ചതിൻ്റെ ഒരു മറുവശം ചോദിക്കാൻ വേണ്ടിയിട്ട്, ജീവിതത്തിലൊരു സ്കീമില്ല. എന്താ കാരണം വെച്ചാൽ എല്ലാം ഒരുപക്ഷെ ആകസ്മികമായിട്ടാണ് ഈ അവസരങ്ങളെല്ലാം വന്നതെങ്കിൽ പോലും ഇന്ന് നജീം എത്തി നിൽക്കുന്നൊരു സാഹചര്യമുണ്ട്. ഈ സാഹചര്യത്തിൽ ഒരുപക്ഷെ വേണമെങ്കിൽ ജീവിതത്തെക്കുറിച്ച് ചില കണക്കൂട്ടലുണ്ടാകാം. ഇങ്ങനെ ആയിരിക്കണം ഞാൻ. നേരത്തെ ചില ആൾക്കാർ പറഞ്ഞു, റഹ്മാൻ്റെ കൂടെ ഇനി പാടാൻ പോകുന്ന ഒരാളാണ് ബോളിവുഡ്. അതിനിടയ്ക്ക് ചില തെലുങ്ക് സിനിമകളിലൊക്കെ പാടിയിരുന്നല്ലേ? തെലുങ്കിൽ പാടി, ഹിന്ദി പടത്തിൽ പാടി. അപ്പം ഒരുപക്ഷെ മറാഠി ഒരുപാട് ഭാഷകൾ പാടി. കേരളത്തിൻ്റെ വെളിയിലേക്ക് പോയി വേണമെങ്കിൽ ഒരുപാട് സാധ്യതകളുള്ള ഒരു ഗായകനാകാൻ വേണമെങ്കിൽ അങ്ങനെയുള്ള കണക്കൂട്ടലുണ്ടോ? എനിക്ക് നമുക്ക് പാടാൻ പറ്റുന്ന സമയത്തോളം നല്ല നല്ല പാട്ടുകൾ എനിക്കതിങ്ങനെ എല്ലാ ലാംഗ്വേജ് നമുക്ക് കിട്ടുന്നതൊക്കെ നല്ലതാണെന്ന് ഞാൻ വിചാരിക്കുള്ളൂ. മലയാളത്തിൽ തന്നെ നമുക്ക് പാട്ടുകൾ ഇങ്ങനെ കണ്ടിന്യൂ കിട്ടിയാൽ മതി. ഈ കിട്ടുന്നത് തന്നെ വലിയൊരു സംതൃപ്തിയിലാണ് ഞാൻ. പിന്നെ നല്ലൊരു ഇങ്ങനെ എല്ലാവരിലും എത്തണമെന്നുള്ള ആഗ്രഹമുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ തമിഴ് പാട്ടുകളും കേൾക്കാറുണ്ട്. അപ്പോൾ അവിടെയും തമിഴ്നാട്ടിലൊരു തമിഴില് ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളൂ, ഒരു പട്ടാളം എന്ന് പറഞ്ഞിട്ട്. ഒരു 2 വരി ഒന്ന് പാടിക്കളാം. തമിഴില്ലാതിന് കുറവ് വേണ്ട. തമിഴിൽ ഇനിയിപ്പോൾ റിലീസ് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ അതിപ്പോൾ പാടിയിട്ടൊരു പ്രശ്നമാണ്. അതാണ് തെലുങ്കിലെ പാട്ട് പാടിച്ചാൽ നമുക്ക് അത് ലിറിക് അത് രാഹുൽ രാജേട്ടനാണ് അതിന്റെ തെലുങ്കില് പാത്ശാല എന്ന സിനിമയിലേക്ക് വേണ്ടിയിട്ടാണ് പാടിയത്. സൂര്യോദയം അല്ലേ? സൂര്യോദയം, കറക്റ്റ്. ഒരു ആളും കൂടെ വരട്ടെ നമുക്ക്. നജീം JB ജംഗ്ഷനിൽ വെച്ച് കാണാനിടയായതിൽ വളരെ സന്തോഷമുണ്ട്. എന്തായാലും നജീബിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും എനിക്ക് ഏറ്റവും കൂടുതലായിട്ട് തോന്നുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നജീബിൻ്റെ ക്യാരക്ടറിനെ പറ്റിയിട്ടാണ്. കാരണം നല്ല വിനയം, അതെല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്. പിന്നെ നജീം കാണിക്കുന്ന ഒരു സ്നേഹം ഒരിക്കലും ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു സ്നേഹമായിട്ട് എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് നജീബിനെ റിയാലിറ്റി ഷോസിലൊക്കെ വരുന്നതിന് മുമ്പേ തന്നെ നജീബിനെ അറിയാം. ഞാനൊരു കീബോർഡ് പ്രോഗ്രാമർ ആയിരുന്ന കാലം മുതലേ തന്നെ നജീം ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള സോങ്സിനൊക്കെ വേണ്ടിയിട്ട് പാടിയിട്ടുണ്ട്. അപ്പോഴേ തന്നെ നജീബിനെ അറിയാം നല്ലതായിട്ട്. അപ്പോൾ ഞാൻ ഒരു 8-10 വർഷം മുമ്പ് കാണുന്ന നജീം തന്നെയാണ് ഇന്നത്തെ നജീം. അപ്പോൾ ഒരു രീതിയിലുള്ള വ്യത്യാസം നജീബിന് സംഭവിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ നജീബിൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ഈ സമയത്ത് എനിക്ക് നജീബിനോട് ചോദിക്കാനുള്ളൊരു ചോദ്യം, കല്യാണത്തിന് ശേഷം വൈഫിന് വേണ്ടി പാടിക്കൊടുക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു പാട്ട് ഏതാണ്? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ആ പാട്ടിൻ്റെ 2 വരി പ്രേക്ഷകർക്ക് കൂടി കേട്ടാൽ കൊള്ളാമെന്ന് ആഗ്രഹം ഉണ്ടായിരിക്കും. ഇപ്പോൾ ആ പാട്ടിൻ്റെ 2 വരി ഒന്ന് മൂളിയാൽ നന്നായിരുന്നു. അനുരാഗലോലഗാത്രി
വരവായി നീലരാത്രി നിനവിൻ മറந்த ചഷകം നിനവിൻ മറந்த ചഷകം നെഞ്ചിൽ പതഞ്ഞ രാത്രി അനുരാഗലോലഗാത്രി വരവായി നീലരാത്രി. എല്ലാ ഭാവങ്ങളും ഉണ്ട്. ഇവിടെ ലൈറ്റും ക്യാമറയും ഒരുപാട് ആൾക്കാർ ഉള്ളത് കൊണ്ടാണ് നജീബ് ഇതിൽ അവസാനിപ്പിച്ചത്. നജീബേ, ഒരുപാട് സമയം കൂടി എനിക്ക് നജീബിനെ എനിക്ക് മുന്നിൽ വേണമെന്ന് ആഗ്രഹമുണ്ട്. ഉമ്മച്ചയ്ക്കും ബാപ്പയ്ക്കൊക്കെ നജീബിനോടുള്ള സ്നേഹവും ഇഷ്ടവും പോലെ തന്നെ ഞങ്ങൾക്കൊക്കെ നജീബിനോട് വലിയ സ്നേഹവും ഇഷ്ടവും. പക്ഷേ ടെലിവിഷൻ പരിപാടിയാണ്, അതിനൊരു പരിധിയുണ്ട്, പരിമിതിയുണ്ട്. അതുകൊണ്ട് മാത്രം നിർത്തുകയാണ്. ഒരുപാട് ഉയരങ്ങളിലേക്ക് പോകാനുള്ള ഇന്ധനമുള്ള ഒരു ചെറുപ്പക്കാരാണത്. ഞങ്ങളുടെയൊക്കെ അഭിമാനമാണ്. നജീബിനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴൊക്കെ ഞങ്ങൾക്കെല്ലാം സന്തോഷമാണ്, വാത്സല്യമാണ്, അഭിമാനമാണ്. ഒരുപാട് ഉയരങ്ങൾ എത്തിപ്പിടിക്കാനുള്ള ഒരു സബരിയായിട്ട് ഈ ഒരു കുടുംബ ജീവിതവും കൂടി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തസ്നിക്കും കുക്കിക്കും അതിനും, അതായത് കുക്കിക്കും എല്ലാവർക്കും പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്, ഈ പരിപാടി കാണുന്ന ലോകത്തെമ്പാടുമുള്ള കൈരളിയുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ആശംസ മംഗളങ്ങൾ നേരുന്നു. താങ്ക്സ് സാർ. അതുപോലെ ഞങ്ങളുടെ നന്ദി എനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യ, എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്തൊരു നിമിഷമാണത്. കാരണം JB ജംഗ്ഷൻ എന്ന് പറഞ്ഞ ഈ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ടെലിവിഷൻ്റെ ഒരു എന്താണ് ഏറ്റവും ഒരു റേറ്റിംഗ് ഉള്ള ഒരു പരിപാടി. ഇല്ലില്ല എനിക്ക് പറയണം. കാരണം അങ്ങനെ ഒരു ഷോയിൽ നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് വരുന്ന ഒരു ഷോ ആണ്. ഇങ്ങനൊരു നമ്മുടെ വിശേഷങ്ങൾ ഷെയർ ചെയ്യാൻ. അപ്പം നമ്മുടെ ഒരു ഇവിടെ വന്നിരിക്കുമ്പോൾ തന്നെ എൻ്റെ ഒരു കുറച്ചുകൂടെ ഒരു എന്താണ് വില അല്ലേ, ഒരു വാല്യൂ കൂടിയ മാതിരിയുള്ള ഒരു ഫീലിംഗ് ആണ് എനിക്ക്. വളരെ നന്ദിയുണ്ട്. ഇനി ഇന്ന് മുതൽ കൃത്യമായിട്ട് 1.5-2 വർഷത്തിനുള്ളിൽ വീണ്ടും JB ജംഗ്ഷനിൽ വരുന്നതാണ്. അന്ന് ഞാൻ ഇവിടെ ഒരു ചെറിയൊരു ഒരു സ്റ്റൂളും കൂടി ഉണ്ട്, ഒരു ചെറിയൊരു സോഫ, ഒരു കൊച്ച് നജീബിന് വേണ്ടിയിട്ട്. വ്യക്തമായല്ലോ? അത് ശരിയാണോ ഞാൻ പറഞ്ഞത്? ആഗ്രഹമില്ലേ? ആ മുകളിൽ എല്ലാം അടങ്ങിയിരിക്കുന്നു. നജീബിന്റെ ബാപ്പയ്ക്കും ഉമ്മച്ചിക്കും JB ജംഗ്ഷന്റെ വക സന്തോഷവും നന്ദിയും കടപ്പാടും കൂടി പറയട്ടെ. ഒരുപക്ഷെ നിങ്ങളുടെ ആ പ്രണയ സുരഭിലമായിട്ടുള്ള ജീവിതത്തിൻ്റെ പഴയ ഏടുകൾ ഇവിടെ വിവരിച്ചപ്പോൾ അത് നജീബിനും തസ്നിക്കും മാത്രമല്ല എല്ലാവർക്കും ഒരു പ്രചോദനമാണ്. ഒരു മാതൃകാപരമായിട്ടുള്ള ഒരു പ്രണയ സാഫല്യത്തിൻ്റെ ഒരു പുതിയ ഏട് കൂടി നമ്മളിവിടെ തുറന്നു. വികാരത്തിൻ്റെ ഒരുപാട് തലങ്ങളുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഉമ്മച്ചയ്ക്കും ബാപ്പയ്ക്കും ഒക്കെ കണ്ണു നിറഞ്ഞു, നജീബിനും കണ്ണു നിറഞ്ഞു. അതൊക്കെ ഒരുപക്ഷെ ഈ ഷോയുടെ ഒരു വിജയം കൂടിയാണ്, സന്തോഷമാണ്. കൈരളി ചാനലിനോടും ജോൺ മുട്ടാർ സാറിനോടും ഞങ്ങൾക്ക് എൻ്റെ കുടുംബാംഗങ്ങളുടെ എല്ലാവരുടെയും ഒരു നന്ദി എക്സ്പ്രസ് ചെയ്യുകയാണ്. കാരണം ഇങ്ങനൊരു അവസരം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. പിന്നെ എൻ്റെ ലൈഫിൻ്റെ ഒക്കെ ചരിത്രം വരെ ഇതിൽ കൂടെയൊക്കെ അത് പറയാനുള്ള സാഹചര്യം സാറുണ്ടാക്കി. അതിനുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. ഒരുപാട് പേരുടെ അനുഗ്രഹ ആശംസകളാണ് ഇവിടെ വന്നു പോയിരിക്കുന്നത്. എല്ലാം നല്ലതായിട്ട് വരട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. താങ്ക് യു സാർ.